കർണാടകയിലെ ബെലഗാവിൽ ഭർത്താവ് ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. കാരണമാകട്ടെ വളരെ നിസ്സാരവും. രക്ഷപ്പെടാൻ ഭർത്താവ് നാട്ടുകാർക്ക് മുന്നിൽ നടത്തിയ നാടകം കൈയോടെ പൊക്കിയതാകട്ടെ മാതാപിതാക്കൾ. കർണാടകയിലെ ബെലഗാവി ജില്ലയിലെ ബെയ്ഹോങ്കൽ താലൂക്കിലായിരുന്നു രാജേശ്വരി ഗിലക്കനാവർ എന്ന 21-കാരിയും അവരുടെ ഭർത്താവായ ഫക്കീരപ്പ ബസവപ്പയും താമസിച്ചിരുന്നത്. കൃഷിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു ഇവരുടേത്. 3 വർഷമായി ഇരുവരും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ് കുറച്ചുനാൾ പിന്നിട്ടപ്പോൾ തന്നെ കുട്ടികൾ ഉണ്ടാകാത്തതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കമുണ്ടാകുന്നത് പതിവായി. അങ്ങനെയിരിക്കെ ഈ ചൊവ്വാഴ്ച തന്റെ ഇളയ സഹോദരന്റെ കൈക്ക് പരിക്കേറ്റതായും തനിക്ക് വീട്ടിലേക്ക് പോകണമെന്നും രാജേശ്വരി തന്റെ ഭർത്താവായ ഫക്കീരപ്പയോട് പറയുന്നു. എന്നാൽ തനിക്ക് കൃഷിയിടത്തിൽ നിരവധി പണിയുണ്ട്, അതുകൊണ്ട് നീ കൂടി പോയാൽ ശരിയാകില്ല എന്ന് രാജേശ്വരിയോട് ഭർത്താവ് പറയുകയാണ്. ഇത് ദമ്പതികൾ തമ്മിൽ ചൂടേറിയ തർക്കമുണ്ടാകാൻ കാരണമായി. പിന്നീട് ഈ വഴക്ക് മൂർച്ഛിച്ചു. ഒടുക്കം ഭർത്താവായ ഫക്കീരപ്പ ചെയ്തത് എന്താണെന്നോ? ഒരു കയർ കൊണ്ടുവന്നു. രാജേശ്വരിയെ കിടക്കയിലേക്ക് തള്ളിയിട്ട് ആ കയർ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചു കൊന്നു. കൊലപാതകത്തിന് പിന്നാലെ ഫക്കീരപ്പ പറഞ്ഞ് പരത്തിയത് ഹൃദയാഘാതം മൂലമാണ് തന്റെ ഭാര്യ മരിച്ചതെന്നായിരുന്നു. എന്നാൽ രാജേശ്വരിയുടെ കഴുത്തിൽ കണ്ട മുറിവുകളിൽ സംശയം തോന്നിയ മാതാപിതാക്കൾ പോലീസിന് മുന്നിൽ പരാതിയുമായി എത്തി. ഒരു നാടിനെ ഒന്നടങ്കം നടുക്കിയ കൊലപാതക വാർത്ത അധികം വൈകാതെ തന്നെ ബെലഗാവിയിൽ ഒന്നടങ്കം സംസാര വിഷയവുമായി. വൈകാതെ തന്നെ ഭർത്താവ് ഫക്കീരപ്പ പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തു. രാജേശ്വരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ബെയ്ഹോങ്കൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിശദീകരണം അതിങ്ങനെയാണ്. So it is about like husband strangulated the wife. The husband and wife did not have a good relationship for the last 3 years. The couple got married 3 years back. The relationship between the couple was not good after 1 month. So continuously there was a scuffle and the relationship was not so good. So here and there he used to go to the parents' house. So he objected to that. So they do not have kids also. So the scuffle lead to the strangulation. On 21st of this month night at 12:30 a.m. husband strangulated the wife. The wife name is Rajeshwari. She is 21 years old, and the husband is Fakirappa Basappa. He is a farmer and 23 years old. So initially he strangulated and she died there. So he informed the in-laws that she passed away because of heart attack. Later on he told that no, she hanged herself. Then during police interrogation, on suspicion they called the police. On police interrogation we came to know that it was not a hanging or suicidal case. It is actually a strangulation case. The prima facie investigation reveals that it is a strangulation by the husband Fakirappa Basappa. So we are continuing the investigation. The accuser was arrested immediately. The investigation is going on. Once the postmortem report comes, we will do the further investigation. ഓരോ ദിവസവും ഇരുട്ടി വെളുക്കുമ്പോൾ നമുക്ക് മുന്നിൽ കൂടി കടന്നു പോകുന്നത് എത്രയെത്ര കൊലപാതകങ്ങളാണല്ലേ. വെറും നിസ്സാരമെന്ന് കരുതി തള്ളിക്കളയാമായിരുന്ന കാരണങ്ങളാകും പല കൊലപാതകങ്ങൾക്കും പിന്നിലുണ്ടാവുക. അത്തരമൊരു സംഭവം തന്നെയാണ് ഇപ്പോൾ കർണാടകയിലും സംഭവിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.